ബ്രഹ്മമുഹൂർത്തം ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പറയുന്നത് രാഹുവിന്റെ ദശയാണ്. രാഹുദശ എന്ന് പറഞ്ഞ 18 വർഷക്കാലമാണ്. അപ്പൊ രാഹുദശയില് ഏറ്റവും കൂടുതൽ 18 വർഷമുണ്ട്, ഏറ്റവും കൂടുതൽ ദൈർഘ്യമാണ്. അപ്പൊ ഓരോ ഗ്രഹങ്ങളും 2.5 വർഷം ഉണ്ടാവും, ചിലത് 1.25 വർഷം ഉണ്ടാവും. അപ്പൊ അപഹാരം തന്നെ 2 വർഷവും 3 മാസവും ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത്രയും വർഷം രാഹുവിന്റെ അപഹാര കാലഘട്ടത്തില് രാഹു ഇരിക്കുന്ന പൊസിഷനാണ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്. 3, 11 ഭാവങ്ങളൊക്കെ രാഹുവിന് ഏറ്റവും നല്ല ഇതാണ്. 3-ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ പഠനങ്ങളുണ്ട്, പുതിയ ഭാഷകൾ പഠിക്കാം, അന്യദേശത്തേക്ക് പോവാം. അപ്പോൾ അന്യദേശത്ത് പോയാൽ ഏറ്റവും നല്ല സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ് രാഹു. അപ്പോൾ ഇങ്ങനെ നല്ലൊരു സ്ഥാനത്തായിരിക്കണം എന്ന് മാത്രം. പിന്നെ പുതിയ ഭാഷകൾ പഠിക്കാം, അത് രാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ പുതിയ നമ്മുടെ മനസ്സിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു പൂർവ്വജന്മത്തിൽ നമുക്ക് നടത്താൻ പറ്റാത്ത കുറെ ആഗ്രഹവുമായിട്ടാണ് ഈ രാഹുദശ നമ്മളിലേക്ക് വരിക. അപ്പോൾ ആ ജന്മത്തിലേക്ക് നമുക്ക് വരുന്ന കുറെ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അത് 11-ലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വജന്മത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാനും നമുക്ക് പഠിക്കാനും നമുക്ക് തന്നെ അറിയില്ല എങ്ങനെയാ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പഠിച്ചു പോയത്, എങ്ങനെയാണ് എനിക്ക് ഇത്രയും ഭാഷകൾ പഠിച്ചത് എന്നൊക്കെ ചിലവർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ രാഹുദശ കാലത്താണ് സംഭവിക്കുക. അപ്പൊ അതേപോലെ രാഹുദശയിൽ പെട്ടെന്ന് നമുക്ക് വരുമാനം വരും. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷേഡോ ഗ്രഹമാണ് രാഹു. അപ്പോ തലയില്ല, രാഹുവിനോടല് മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രഹം ഇങ്ങനെ എഴഞ്ഞു നടക്കുകയാണ് ചെയ്യുക. അപ്പൊ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാക്കും. രാഹുദശയില് ഒരു പ്രാവശ്യം പോകുന്ന കാര്യങ്ങൾക്ക് 10 പ്രാവശ്യം പോയാൽ മാത്രമേ രാഹുദശയിൽ നടക്കുള്ളൂ. പല തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ പിന്നെയും അതിനെ മുന്നിലേക്ക് തന്നെ പോകണം. ശനിയുടെ അതേ ഫലമാണ്. ഒരു പ്രാവശ്യം തടയുമ്പോഴും 2ാമത്തെ പ്രാവശ്യം തടയുമ്പോഴും നമ്മൾ വീണ്ടും പോയാൽ തന്നെയാണ് രാഹുദശയില് കാര്യങ്ങൾ നന്നായിട്ട് നടക്കുക. അതേപോലെ തന്നെ പല നല്ല ഗുണങ്ങളും നമുക്ക് ഉണ്ടാക്കി തരും. അതിന് വളരെ ശ്രദ്ധിക്കണം. പിന്നെ അലസത ഉണ്ടാക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കും. അതാണ് കൂടുതൽ ആസ്വദിക്കാൻ തോന്നുക. അപ്പൊ ഈ പാമ്പ് എന്നല്ലേ പറയുന്നത്, പാമ്പ് നിറയെ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ആ രീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇഴച്ചല്, നമ്മൾ എന്ത് കാര്യത്തിനും കുറെ ഇഴഞ്ഞാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. പക്ഷെ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കി അതിനെ മുന്നോട്ടുള്ള ഒരു വഴിയെ കണ്ടെത്തി, ആചാര്യന്മാര് പറയുന്ന പോലെ ഒരു രാഹുദശ കാലത്താണ് നിങ്ങളുടെ ജാതകവുമായി പോകുമ്പോൾ അവര് പറഞ്ഞു തരും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. പിന്നെ അതിനെ കൃത്യമായിട്ട് ഒരു അനുഷ്ഠാനം പോലെ നമ്മുടെ ജീവിതത്തിനെ കാണണം. 18 കൊല്ലണ്ട്. ഒറ്റയടിക്ക് നമുക്ക് പുതിയ ഓഫറുകളൊക്കെ വരും മുന്നിലേക്ക്. ഇന്നത് ചെയ്യാം, അപ്പൊ ധാരാളം പൈസ കിട്ടും. അപ്പൊ പൈസയെ ഭയങ്കര ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ രാഹുവില് ഇത്തിരി കൂടുതലായിരിക്കും നമുക്ക്. അപ്പൊ ഓരോരുത്തർ പുതിയ ആഗ്രഹവുമായി വരുമ്പോ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടും, പുതിയ ബിസിനസ്സിൽ പോയി പെടും. അങ്ങനെ സമ്പത്തുകൾ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് 18 വർഷം ആകുമ്പോഴത്തേനും എല്ലാം നശിച്ച് ഉണ്ടാക്കിയ സമ്പത്ത്, പേര്, പ്രശസ്തി എല്ലാതും കളയുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ് രാഹു. എല്ലാവർക്കും സംഭവിക്കുന്നതല്ല കേട്ടോ പറയുന്നത്. ഇതില് ആ ഗ്രഹനിലയില് അതെവിടെയാണോ, ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അത് നോക്കിയിട്ടാണ് രാഹുവിനെ പറയുന്നത്. അപ്പൊ ഒരു തിരിച്ചറിവ് കിട്ടുക എങ്ങനെ, 18 കൊല്ലണ്ട്, അതിന്റെ പകുതി ഹാഫ് ടൈമാണ് നമുക്ക് നല്ലത് പറയുന്നത്. ഹാഫ് ടൈം എന്തായാലും ആള് നാശാക്കും. അപ്പൊ ആദ്യം തുടങ്ങുമ്പോ ചിലർക്ക് ഏറ്റവും നല്ലത് മോഹങ്ങൾ കൊടുക്കും. കുറെ മായാജാലാണത്, മായാജാലക്കാരനാണ് രാഹു. അപ്പൊ ഒരാള് വന്നു പുതിയ അപ്പൊ ഫ്രണ്ട്സുകളും ഉണ്ടാവും, ധാരാളം ഫ്രണ്ട്സ്, കൂട്ടുകെട്ട് അവരൊക്കെ ഉണ്ടാവും. അവരെന്തൊക്കെ ചെയ്യുന്നു അതുപോലെ നമുക്ക് ആവണം. അപ്പൊ അവിടെ നിന്ന് മേടിക്കും, ഇവിടെ നിന്ന് മേടിക്കും. ഹ്യൂജ് ആയിട്ടുള്ള മണി, അതായത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് എപ്പോ ചോദിച്ചാലും പണം കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ പുതിയതായ ഒരു രംഗത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ അതൊരു വിജയത്തിൽ എത്തുമ്പോൾ അതിന്റെ പിന്നിലെ ഏത് ഗ്രഹമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ഗ്രഹനിലയിൽ നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ 18 വർഷവും നമ്മൾ കൊണ്ടുപോകാൻ. അപ്പൊ സ്വന്തം അപഹാരം 2 വർഷവും 3 മാസവും അല്ലെങ്കിൽ 4 മാസവും കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വ്യാഴാണ്, അത് കഴിഞ്ഞാൽ ശനിയാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ പൊസിഷനുകൾ എവിടെയാണെന്ന് നോക്കി ഓരോ കാലഘട്ടത്തിലും നമ്മൾ അറിഞ്ഞ് പോവുകയാണെങ്കിൽ രാഹുദശ നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം. അതുപോലെ രാഹുദശയിൽ രോഗങ്ങളെ ഉണ്ടാക്കി തരും. സ്കിന്നിലുണ്ടാവും രോഗം. സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് ചൊറിച്ചിലുണ്ടാവാം, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും.
അപ്പോൾ അതൊക്കെ ഏത് പൊസിഷനിലാണ് നമ്മുടെ രാഹു നിൽക്കുന്നത് അത് നോക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രാഹുദശയിൽ നമുക്ക് ഉണ്ടാക്കിയ ധനത്തെ കളയാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ബാധ്യതകളില്ലാതെ നമ്മൾ കടം വായ്പയൊന്നും മേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ പിന്നെ അതേപോലെ കോദണ്ഡ രാഹു എന്നൊക്കെ പറയുന്നുണ്ട്. ആ 3-ൽ നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തില് ധനുവിലൊക്കെ നിൽക്കുമ്പോൾ കോദണ്ഡനായി നിൽക്കുന്ന രാഹു ആണെന്ന് പറയും. അപ്പൊ ആ സമയത്തൊക്കെ വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് വരും. നമ്മൾ എവിടേക്ക് പോയി എന്ത് ചെയ്താലും അപ്പപ്പോ അത് നന്നായിട്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു സമയം വന്നു. അപ്പൊ അങ്ങനെ നമുക്ക് സമയം മാറി വരുമ്പോ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രഹനിലയിൽ നമുക്ക് എന്താണ് കൂടുതൽ നമ്മൾ വായ്പ മേടിക്കണോ അതോ വേണ്ടേ എന്നൊക്കെ നന്നായി ചിന്തിച്ച് കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഒതുങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുദശ നമുക്ക് നല്ലൊരു ദശയായിട്ട് മാറ്റിയെടുക്കാം.